എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. കേരളം ഒരു കടുത്ത സാമ്പത്തിക ദുരന്തത്തിലേക്കാണ് നീങ്ങുന്നത്. അതും എല്ലാം പുതിയ സർക്കാരിന്റെ വെറും ഒരു നാടകം മാത്രമാണോ? 2026 ജൂൺ 4 കേരള ധനകാര്യ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അതീവ പ്രാധാന്യമുള്ള സംസ്ഥാനത്തിന്റെ ഭാവി തന്നെ നിശ്ചയിക്കുന്ന ഒരു രേഖ പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്. അതിന്റെ ഔദ്യോഗിക തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: കേരളത്തിന്റെ സാമ്പത്തിക ആരോഗ്യം തൽസ്ഥിതി റിപ്പോർട്ട്. ചുരുക്കത്തിൽ നമ്മളെല്ലാവരും കാത്തിരുന്ന ധനകാര്യ ധവളപത്രമായിരുന്നു അത്. ഈ റിപ്പോർട്ട് പുറത്തു വന്ന അതേ ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും PRD വിശദീകരണവും മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തുകയാണ്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പക്ഷം പിടിച്ചുള്ള ഒരു രേഖയോ അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിനെതിരെയുള്ള ഒരു കുറ്റാന്വേഷണ റിപ്പോർട്ടല്ല, മറിച്ച് പുതിയ സർക്കാർ തങ്ങളുടെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് സംസ്ഥാനത്തിന്റെ യഥാർത്ഥ വരുമാനം എത്രയാണ്, നമ്മുടെ നിത്യനിദാന ചെലവുകൾ എത്രയാണ്, നിലവിലുള്ള കടബാധ്യതകൾ എന്തൊക്കെയാണ്, അത് എത്രത്തോളമാണുള്ളത്, വരാനിരിക്കുന്ന ഭാവി വെല്ലുവിളികൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ യാതൊരുവിധ മൂടുപടവുമില്ല, അതൊരു മറയുമില്ല ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു വയ്ക്കാനുള്ള ഒരു സുതാര്യമായിട്ടുള്ള ശ്രമം മാത്രമായിരുന്നു ഇതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. എന്തായാലും മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖരൻ അധ്യക്ഷനായിട്ടുള്ള ഒരു വിദഗ്ധ സമിതിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഔദ്യോഗിക വിവരങ്ങൾ. പക്ഷേ ഈ റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്ന ഓരോ സംഖ്യകളും ഏതൊരു മലയാളിയെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്, ചിന്തിപ്പിക്കുന്നതാണ്. റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ ആകെ സാമ്പത്തിക ബാധ്യത 5,07,000 കോടി രൂപയാണ്. ഇത്രയും വലിയൊരു കടത്തിന്റെ ഭാരവുമായിട്ടാണ്, അത് ചുമലിലേറ്റിയാണ് പുതിയ സർക്കാർ അധികാരമേറ്റിട്ടുണ്ടായിരുന്നതെന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിനൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന്, അതായത് മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റിന്റെ ആ ഒരു സമയത്ത് നിന്ന് പുതിയ സർക്കാർ ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്ന നിയമപരമായിട്ടുള്ള കുടിശ്ശികൾ മാത്രം 48,000 കോടിയിലധികം രൂപയും വരും. ഏറ്റവും ഭയപ്പെടുത്തുന്ന താൽക്കാലിക കണക്കിതാണ്. 2026 മെയ് 16 ട്രഷറി ബാലൻസ് പരിശോധിച്ചപ്പോൾ അതിലുണ്ടായിരുന്നത് വെറും 2,212 കോടി രൂപ മാത്രമാണ്. എന്നാൽ തൊട്ടടുത്ത ആഴ്ചകളിൽ നമ്മളുടെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നൽകാനായിട്ട്, വിരമിച്ചവരുടെ പെൻഷൻ നൽകാൻ, എടുത്ത കടങ്ങളുടെ പലിശ തിരിച്ചടയ്ക്കാൻ മാത്രം കേരളത്തിന് ഒരു മാസത്തിൽ ഏകദേശം 11,000 കോടി രൂപ വേണം. ട്രഷറിയിൽ 2,212 കോടിയും മാസത്തെ ആവശ്യമായിട്ടുള്ളത് 11,000 കോടിയാണല്ലേ. ഈ സംഖ്യകൾ കാണുമ്പോൾ സംസ്ഥാനം പൂർണ്ണമായിട്ടും ഒരു തകർന്ന അവസ്ഥയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കു പോകില്ല. പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. നമ്മുടെ വളർച്ചയേക്കാൾ എത്രയോ വേഗത്തിലാണ് സംസ്ഥാനത്തിന്റെ ചെലവുകൾ കെട്ടിപ്പൂട്ടുന്നത് എന്ന വലിയൊരു ഘടനാപരമായിട്ടുള്ള മുന്നറിയിപ്പ് പക്ഷേ ഇതിലുണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ മുന്നണിയുടെ PR വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പഴയ സർക്കാരിന്റെ വീഴ്ചകളെ ന്യായീകരിച്ച് അവരെ കാത്തുരക്ഷിക്കാനോ ഒന്നുമല്ല. നമ്മൾ സംസാരിക്കാൻ പോകുന്ന രാഷ്ട്രീയ ചീത്തവിളികളെക്കുറിച്ചുമല്ല, മറിച്ച് ഡാറ്റകളെക്കുറിച്ചാണ്, കൃത്യമായിട്ടുള്ള കണക്കുകളെക്കുറിച്ചാണ്. കേരളത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി എന്താണ്? ഈ 5 ലക്ഷം കോടിയുടെ കടബാധ്യതയ്ക്ക് പിന്നിലുള്ള സാങ്കേതികമായിട്ടുള്ള യാഥാർത്ഥ്യം എന്താണ്? ഒരു വശത്ത് നമ്മൾ വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക സൂചികകൾ എന്നിവയിൽ ലോകത്തിന് തന്നെ അത്രയും ടോപ്പാണ്, നമ്മൾ ലോകത്തിനൊരു മാതൃകയാണെന്ന് പറയുമ്പോൾ, മറുവശത്ത് നമ്മളുടെ വികസനത്തിനുള്ള സ്പേസ് ചുരുങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും വിവാദപരമായിട്ടുള്ള ചോദ്യം, വിരമിക്കൽ പ്രായം 60 വയസ്സായിട്ട് ഉയർത്തണമെന്ന ഈ റിപ്പോർട്ടിലെ നിർദ്ദേശം നമ്മുടെ ഉദ്യോഗാർത്ഥികളെ, ലക്ഷക്കണക്കിന് വരുന്ന യുവജനങ്ങളെ എങ്ങനെയായിരിക്കും ബാധിക്കുക? നമ്മളിവിടെ കഥകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ ചെളിവാരി എറിയലുകളോ ഒന്നുമല്ല നോക്കുന്നത്, മറിച്ച് കണക്കുകൾ മാത്രമാണ്. നമുക്ക് ഈ ധവളപത്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം വസ്തുതകൾ നമുക്ക് ഇഴകേറി പരിശോധിക്കാം. കഴിയുന്നവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാൻ ശ്രമിക്കുകയെങ്കിൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ യൂട്യൂബ് ഫീഡിലേക്ക് യൂട്യൂബ് അൽഗോരിതം കൊണ്ടെത്തിക്കത്തുള്ളൂ. ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗം പ്രതിസന്ധിയിലാകുമ്പോൾ ജോലി, സമ്പാദ്യം, ഭാവി പദ്ധതികൾ തുടങ്ങിയ എല്ലാം അനിശ്ചിതത്വത്തിലാവും. നമുക്ക് ചുറ്റുമുള്ള സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയത്തില്ലെങ്കിലും നമ്മുടെ പണം എങ്ങനെ വളരണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഇത്തരം കഠിനമായിട്ടുള്ള സമയങ്ങളിലും ചെറുതായിട്ട് തുടങ്ങി സ്ഥിരത പുലർത്തുന്നവർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്നും അവസരങ്ങൾ നൽകാറുണ്ട്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ കാര്യങ്ങൾ നിയന്ത്രണത്തിലാക്കാൻ ഒരു ലളിതമായ വഴിയുണ്ട്. അതാണ് മാർക്കറ്റ് വൂൾഫ്. ഇതൊരു സെബി രജിസ്റ്റേർഡ് സ്റ്റോക്ക് ബ്രോക്കർ ആപ്പാണ്. വാർഷിക മെയിൻ്റനൻസ് ചാർജുകളോ ഹിഡൻ ഫീസോ ഇല്ലാതെ വെറും 99 രൂപയുടെ വൺ ടൈം ലൈഫ് ടൈം ഫീയിൽ നിങ്ങൾക്ക് ഇവിടെ ട്രേഡിംഗ് തുടങ്ങാം. ഇതുപയോഗിക്കാൻ വളരെ ലളിതമാണ്. മറ്റൊരാൾ ട്രേഡ് ചെയ്ത വീഡിയോ ആണ് ഇവിടെ കാണുന്നത്. ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇതിലെ ഫോളോ ട്രെൻഡ് ഫീച്ചർ ലാഭകരമായ റിയൽ ടൈം മാർക്കറ്റ് ട്രെൻഡുകൾ കാണിച്ചു തരും. ഇനി ഇതിലൂടെ മറ്റൊരാളെടുത്ത ലൈവ് ട്രേഡ് നമുക്ക് കാണാം. ഇവിടെ ഫോളോ ട്രെൻഡിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇൻസ്ട്രുമെന്റും ചാർട്ടും ചെക്ക് ചെയ്ത് ട്രേഡ് പ്ലേസ് ചെയ്തു. അത്രയേ ഉള്ളൂ. ട്രേഡ് ഇൻസ്റ്റന്റ് ആയിട്ട് സ്റ്റാർട്ടായി. ഇതിൽ ലൈവ് ട്രേഡ് നേരിട്ട് മോണിറ്റർ ചെയ്യാനും നമുക്ക് സാധിക്കും. വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ട്രേഡിംഗ് തുടങ്ങാമെന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. വലിയ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ ഇതിലൊരു ഇൻബിൽറ്റ് സ്റ്റോപ്പ് ലോസ് ഫീച്ചർ ഉണ്ട്. ഈ ലൈവ് ട്രേഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ സ്റ്റോപ്പ് ട്രേഡ് ക്ലിക്ക് ചെയ്തു. വെറും 3 ടാപ്പുകൾ കൊണ്ട് 1,856 രൂപയാണ് ലാഭമായിട്ട് ഇവിടെ ബുക്ക് ചെയ്തത്. മാർക്കറ്റ് വൂൾഫ് സൗജന്യ ട്രേഡ് റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട്. ഇത് ഫോളോ ചെയ്തവർക്ക് ഒറ്റ ദിവസത്തിനുള്ളിൽ 11,060 രൂപയും ഒരു മാസത്തിൽ 70,468 രൂപയും കഴിഞ്ഞ വർഷത്തിൽ മൊത്തത്തിലായിട്ട് 5,03,940 രൂപയിൽ ലാഭം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലാഭത്തിന് മാർക്കറ്റ് വൂൾഫ് 1 രൂപ പോലും കമ്മീഷൻ ഈടാക്കുന്നില്ല. ഇന്ത്യയിലുടനീളം വേഗത്തിൽ വളരുന്ന തികച്ചും സുരക്ഷിതമായിട്ടുള്ള ഈ ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മാർക്കറ്റ് വൂൾഫ് ചെക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് ഈ ധവളപത്രത്തിലെ ഏറ്റവും ഭാരമേറിയ അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ആ ഒരു ഹെഡ്ലൈൻ സംഖ്യകളിലേക്ക് വരാം അല്ലേ. റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ ആകെ സാമ്പത്തിക ബാധ്യതയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 5,07,000 കോടി രൂപയാണ്. 5.07 ലാക്ക് ക്രോറിലെ നമ്മളുടെ ആകെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദനം ഉണ്ടല്ലോ, അഥവാ GSDP നമ്മൾ പറയുമല്ലേ, ഇതിന്റെ
35.5% ഈ കൂറ്റൻ ബാധ്യതയുടെ ഭാരം എന്നുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ദേശീയ ശരാശരി ഉണ്ടല്ലോ, നാഷണൽ ആവറേജ് ഉണ്ടല്ലോ, അതിനേക്കാൾ വളരെ മുകളിലാണ് ഈ ഒരു കടഭാരം എന്ന് ധവളപത്രം പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആഴം കൂട്ടുന്ന മറ്റൊരു കണക്ക് പറയാം. നമ്മളുടെ പലിശ ചെലവ് മാത്രമുണ്ടല്ലോ, അതായത് പലിശ ഇനത്തിലേക്ക് മാത്രം കൊടുക്കുന്ന ആ ഒരു എക്സ്പെൻസ് ഉണ്ടല്ലോ, ആ ഒരു സ്പെൻഡിങ് ഉണ്ടല്ലോ, അത് മാത്രം വരുമാന ചെലവിൻ്റെ 17.73%. അതായത് സംസ്ഥാനം ഉണ്ടാക്കുന്ന റവന്യൂ വരുമാനത്തിൻ്റെ വലിയൊരു പങ്ക് വികസന പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ നാടിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ ഉപയോഗിക്കാൻ കഴിയാതെ വെറുതെ പലിശ അടച്ചു തീർക്കാൻ മാത്രമായിട്ട് അൺലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ടാണ് നമ്മളുടെ ആകെ വികസന ചെലവുകളുണ്ടല്ലോ നാട്ടിൽ, അത് ആകെ ചെലവിൻ്റെ വെറും 39.9% ചുരുങ്ങിപ്പോയത്. എന്നാൽ ഈ പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്ന ഏറ്റവും വലിയ അടിയന്തരമായിട്ടുള്ള പ്രതിസന്ധി എന്നാൽ മുൻ ഭരണകാലങ്ങളിൽ നിന്ന് പൈതൃകമായിട്ട് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ള നിയമപരമായിട്ടുള്ള ബാധ്യതകൾ അഥവാ കുടിശ്ശികകളാണ്. അത് ഈ സർക്കാർ ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ, കാരണം കേരളത്തിൻ്റെ കടമാണല്ലേ. ഈ ഇനത്തിൽ മാത്രം എത്രയാണ് ആ ഒരു ബാധ്യതയുള്ളത് നിങ്ങൾക്കറിയാവോ? ഇപ്പോൾ പുതിയ സർക്കാർ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത് 48,733 കോടി രൂപയുടെ വലിയൊരു ബാക്ക്ലോഗ് പാക്കേജാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക PRD കുറിപ്പിൽ ഈ 48,733 കോടി രൂപയുടെ വലിയൊരു ഭാഗവും തരം തിരിച്ച് കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് ആ കണക്കുകളിലേക്ക് നോക്കാം അല്ലേ. ഒന്നാമത്, സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും DA കുടിശ്ശിക ഇനത്തിൽ മാത്രം നൽകാനുള്ളത് 21,670 കോടി രൂപയാണ്. രണ്ടാമത്തത്, വിരമിച്ച പെൻഷൻകാരുണ്ടല്ലോ, അവരുടെ DA കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത് 14,387 കോടി രൂപയാണ്. മൂന്നാമതായി ഈ ബിൽ ഡിസ്കൗണ്ടിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട് ബാങ്കുകൾക്കും കോൺട്രാക്ടർമാർക്കും നൽകാനുള്ളത് ആ ഒരു തുക എന്നുള്ളത് 3,431 കോടി രൂപയാണ്. നാലാമതായിട്ട്, പൊതുജനങ്ങൾക്ക് വിലക്കയറ്റമില്ലാത്ത സാധനങ്ങൾ നൽകുന്ന നമ്മളുടെ സപ്ലൈകോ ഉണ്ടല്ലോ, ആ ഒരു സപ്ലൈകോയുടെ സബ്സിഡി ലിക്വിഡിറ്റി ഇനത്തിൽ നൽകാനുള്ളത് 2,893 കോടി രൂപയാണ്. അഞ്ചാമതായിട്ട്, നമ്മുടെ ഹോസ്പിറ്റൽസിൽ മരുന്നുകൾ എത്തിക്കുന്ന കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ നൽകാനുള്ളത് 476 കോടി രൂപയാണ്. ആറാമതായിട്ട്, പിന്നോക്ക വിഭാഗങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള SC/ST സ്കോളർഷിപ്പ് കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത് 377 കോടി രൂപയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ 6 പ്രധാനപ്പെട്ട തരംതിരിക്കലുകളും ആ ഒരു സംഖ്യയെല്ലാം കൂട്ടുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ആകെ തുക എന്നുള്ളത് 43,234 കോടി രൂപയാണ്. പക്ഷേ ഇതേ PRD കുറിപ്പിലും ധവളപത്രത്തിലും മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത് പുതിയ സർക്കാർ ഏറ്റെടുത്ത തുക നിയമപരമായിട്ടുള്ള ആ ഒരു ബാധ്യതയുണ്ടല്ലോ മുൻകാലങ്ങളിലെ സർക്കാരിൽ നിന്നും, അത് 48,733 കോടി രൂപയാണെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിച്ച ഈ വിശദമായിട്ടുള്ള ബ്രേക്കപ്പിൽ വെളിപ്പെടുത്താത്ത ബാക്കി വരുന്ന ആ ഒരു തുക, അതായത് ഏകദേശം 5,499 കോടി രൂപയുടെ ലെഡ്ജർ എവിടെയാണ്? ഇത് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയാണെന്നൊന്നും അല്ല കേട്ടോ അർത്ഥം. മറിച്ച് ഔദ്യോഗികമായിട്ട് ഒരു ധവളപത്രം പുറത്തിറക്കുമ്പോഴും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കണക്കുകൾ ഇനിയും പൊതുവേദികളിൽ പൊതുജനങ്ങളോട് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന ആ ഒരു സുതാര്യതയുണ്ടല്ലോ, ആ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടല്ലോ, അതിൻ്റെ കുറവാണ് സത്യം പറഞ്ഞാൽ ഇത് കാണിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ ഒരേപോലെ ആവശ്യപ്പെടേണ്ടത് വെറുമൊരു പ്രഖ്യാപനത്തിനപ്പുറം ഈ 48,733 കോടി രൂപയുടെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ബ്രേക്കപ്പ് കൃത്യമായിട്ട്, അതായത് എല്ലാം കൂടെ കൂട്ടിയാൽ ഈ ഒരു തുക കിട്ടുന്ന രീതിയിൽ ആ ഒരു കണക്കുണ്ടല്ലോ, തരംതിരിച്ചുള്ള കണക്കുകളുണ്ടല്ലോ, അതവർ പുറത്തുവിടണം എന്നുള്ളതാണ്. ഇതിനെല്ലാം പുറമെ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചും ധവളപത്രത്തിൽ കടുത്ത ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് കേട്ടോ. 15ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് കേരളത്തിന് ലഭിച്ചിരുന്ന റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഉണ്ടല്ലോ, ഇപ്പോൾ പൂർണ്ണമായിട്ടും അവസാനിച്ചതായിട്ടാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. മുൻ സർക്കാർ തങ്ങളുടെ 2026-27 ബജറ്റ് തയ്യാറാക്കിയപ്പോൾ 14,137.69 കോടി രൂപ ഈ ഇനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുമെന്ന വലിയ അനുമാനത്തിലാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കേന്ദ്ര നികുതി വിഹിതം 2.8% ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ആ ഒരു സ്ഥാനത്ത് വെറും 2.38% മാത്രമായിട്ട് ഒതുങ്ങിയതോടെ ഈ ഇനത്തിൽ മാത്രം ഏകദേശം 5,758.93 കോടി രൂപയുടെ നേരിട്ടുള്ള വരുമാനമാണ് നഷ്ടമായിട്ടുള്ളത്. അതോടൊപ്പം മറ്റ് ഗ്രാൻറ്റുകളിലുണ്ടായ 603 കോടി രൂപയുടെ കുറവ് കൂടി ചേർത്താൽ 2026-27 കാലഘട്ടത്തിൽ മാത്രം ഏകദേശം നമ്മൾ മൊത്തം കൂടെ നോക്കുമ്പോൾ 20,500 കോടി രൂപയുടെ വലിയൊരു വരുമാനക്കുറവാണ് കേരളം നേരിടാൻ പോകുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ വാർഷിക പദ്ധതികളിലേക്കുള്ള സ്പെൻഡിംഗ് സ്പേസ് ഏതാണ്ട് 20,000 കോടി രൂപയോളം ചുരുക്കേണ്ടി വരുമെന്നാണ് ഔദ്യോഗിക മുന്നറിയിപ്പ്. കടബാധ്യതകളുടെ ഈ വലിയ സുനാമി ഇവിടെ തീരുന്നില്ല കേട്ടോ. ഇതിലും വലിയൊരു കടത്തിൻ്റെ ഗണി നമ്മുടെ ബജറ്റിന് പുറത്ത് അഥവാ ഓഫ് ബജറ്റ് സംവിധാനങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതാണ് കിഫ്ബിയുടെ കടമെന്നുള്ളത്. എന്താണ് ശരിക്കും യഥാർത്ഥത്തിൽ കിഫ്ബിയുടെ ബാധ്യത എന്നുള്ളത്? ബജറ്റിലെ കടവും ധവളപത്രത്തിലെ ബാധ്യതയും തമ്മിലുള്ള ആ ഒരു വലിയ സാങ്കേതിക വ്യത്യാസം എന്താണ് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. അതായത് ഈ ധവളപത്രത്തെ ചൊല്ലി നമ്മളുടെ പൊതുവേദികളിലും
ചാനലുകളിലും ചാനൽ ചർച്ചകളിലും വലിയൊരു വാദപ്രതിവാദം നടക്കുന്നുണ്ട്. ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർത്തുന്നൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ബജറ്റ് വിശകലനത്തിൽ സംസ്ഥാനത്തിന്റെ കടം GSDPയുടെ 33.8% എന്നല്ലേ രേഖപ്പെടുത്തിയിരുന്നത്? അപ്പോൾ ഈ ധവളപത്രത്തിൽ അത് 35.5% എന്നാണല്ലോ കാണിക്കുന്നത്. അതൊരു തെറ്റായ വിവരമല്ലേ എന്നാണ്. സത്യത്തിൽ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വിദ്യാർത്ഥിയുടെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് സംഖ്യകളും അവരുടേതായിട്ടുള്ള രീതിയിൽ ശരിയാണ് എന്നുള്ളതാണ്. കാരണം നമ്മൾ സാധാരണക്കാരോട് സംസാരിക്കുമ്പോൾ ഡെറ്റ് അഥവാ കടം എന്ന വാക്കും ലയബിലിറ്റി അഥവാ ബാധ്യത എന്ന വാക്കും ഒരേ അർത്ഥത്തിൽ മാറി മാറി ഉപയോഗിക്കാറുണ്ടല്ലേ. പക്ഷേ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇവ രണ്ടും ഒരേ അളവുകോലുകളല്ല, അതായത് രണ്ടും ഒന്നല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ബജറ്റിൽ കാണുന്ന 33.8% എന്നത് സംസ്ഥാനത്തിന് നേരിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ് മാത്രമാണ്. എന്നാൽ ഈ ധവളപത്രം ഉപയോഗിക്കുന്നത് അതിനേക്കാൾ വളരെ വിശാലമായിട്ടുള്ള ബ്രോഡർ ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ് എന്ന അളവുകോലാണ്. ഇതിൽ പബ്ലിക് അക്കൗണ്ട് ബാധ്യതകളും ട്രഷറിയിലെ മറ്റ് നിക്ഷേപങ്ങളും ചില ഓഫ് ബജറ്റ് ഘടകങ്ങളും കൂടിയിട്ട് ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് സംഖ്യകളും വ്യത്യസ്തമായിട്ടുള്ള മെട്രിക്കുകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇനി ഇതിന്റെ യഥാർത്ഥ ആഴം അറിയണമെങ്കിൽ നമ്മളുടെ മാധ്യമ വാർത്തകൾക്കപ്പുറം ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ CAGയുടെ യഥാർത്ഥ ഓഡിറ്റ് കണക്കുകളിലേക്ക് നമ്മൾ നോക്കണം. 2023-24 വർഷത്തെ കേരളത്തെക്കുറിച്ചുള്ള CAG സ്റ്റേറ്റ് ഫിനാൻസ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം നമ്മളുടെ റവന്യൂ കമ്മി 18,140 കോടി രൂപയും ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നുള്ളത് 34,258 കോടി രൂപയുമാണ്. CAG ഉയർത്തുന്ന ഏറ്റവും വലിയ ആശങ്ക എന്തെന്നാൽ കേരളം എടുക്കുന്ന മൊത്തം വായ്പകളുടെ വെറും 5.18% മാത്രമാണ് ക്യാപിറ്റൽ ക്രിയേഷൻ അഥവാ മൂലധന രൂപീകരണത്തിലേക്ക്. അതായത് നാളെ നമുക്ക് വരുമാനം തരുന്ന വലിയ വലിയ പദ്ധതികളിലെ സർക്കാർ അതിനുവേണ്ടി ഉപയോഗിക്കുമല്ലോ, അതിലേക്ക് പോകുന്നത് വെറും 5.18% മാത്രമാണ്. ബാക്കി തുകയുടെ സിംഹഭാഗവും നമ്മളുടെ റവന്യൂ അക്കൗണ്ട് നിലനിർത്താൻ, അതായത് ദൈനംദിന ചെലവുകൾ താങ്ങാനാണ് ഉപയോഗിക്കുന്നതെന്ന് അതാണ് സൂചിപ്പിക്കുന്നത്. CAG വ്യക്തമാക്കുന്നതനുസരിച്ച് നമ്മളുടെ ആകെ റവന്യൂ ചെലവിൻ്റെ 74.83%, കേട്ടുകൊള്ളുക, നമ്മളുടെ റവന്യൂ വരുമാനത്തിൻ്റെ 74.83%, അതായത് കൃത്യമായിട്ട് 3/4% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ മുൻകൂട്ടി ലോക്ക് ചെയ്യപ്പെട്ട മാറ്റാൻ കഴിയാത്ത ഇൻഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചെലവുകളിലേക്കാണ് പോകുന്നത്. ഈ ധവളപത്രത്തിൽ ഇതാണിപ്പോൾ പുതുക്കി 77% എന്നായിട്ടുള്ളത്. അതായത് നമ്മളുടെ റവന്യൂ വരുമാനത്തിൽ ആകെ 13% മാത്രമേ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇവിടെയാണ് നമ്മൾ കിഫ്ബി എന്ന വിഷയത്തിലേക്ക് കടക്കേണ്ടത്. ധവളപത്രത്തിൽ കിഫ്ബിയുടെ മോഡലിനെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് 2016 മുതൽ 2026 വരെയുള്ള കാലയളവിൽ കിഫ്ബി വഴി 42,053 കോടി രൂപയുടെ വായ്പകളാണ് സമാഹരിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ പലിശ നിരക്കുകൾ സംസ്ഥാനത്തിൻ്റെ സാധാരണ ബോറോയിങ്ങുകളുണ്ടല്ലോ, കടം മേടിക്കലുകളുണ്ടല്ലോ, അതിനേക്കാൾ വളരെ കൂടുതലാണ്. ധവളപത്രത്തിന് പിന്നാലെ പുറത്തു വന്ന മാധ്യമ റിപ്പോർട്ടുകൾ കിഫ്ബിയുടെ ആകെ ബാധ്യതയെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് വേർതിരിച്ച് കാണുന്നത്. ഒന്നാമത് കിഫ്ബിയുടെ നിലവിലുള്ള അൺമെൻഡ് ലോൺ ബാധ്യത, അൺമെൻഡ് ലോൺ ലയബിലിറ്റി എന്ന് പറയും. ഇത് ഏകദേശം 21,000 കോടി രൂപയാണ്. രണ്ടാമതായിട്ട് കിഫ്ബി വഴി പ്രഖ്യാപിച്ച് ഇപ്പോഴും ഫണ്ടിങ് ആവശ്യമായിട്ടുള്ള പ്രൊജക്റ്റുകളുടെ മുന്നോട്ടുള്ള ബാധ്യത, ഫോർവേഡ് ലുക്കിംഗ് ബജറ്റ്, അത് മറ്റൊരു 35,000 കോടി രൂപയോളമാണുള്ളത്. ഇവ രണ്ടും കൂട്ടിച്ചേർത്താണ് പല റിപ്പോർട്ടുകളും കിഫ്ബിയുടെ ഭാരം 56,000 കോടി രൂപ എന്ന ഹെഡ്ലൈനിലൂടെ വാർത്തകൾ നൽകുന്നത്. അതായത് ഇത് മുഴുവൻ നിലവിലുള്ള കടമല്ല, മറിച്ച് ഇതിനകം പ്രഖ്യാപിച്ച് പൂർത്തിയാക്കേണ്ടി വരുന്ന വലിയൊരു സാമ്പത്തിക ബാധ്യത കൂടിയാണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് മനസ്സിലാക്കുക. ഓവറോൾ നമുക്ക് അടച്ചു തീർക്കാൻ ബാക്കിയുള്ള കടമല്ല, നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളുണ്ടല്ലോ, അതിൻ്റെ ചെലവിലേക്ക് വരുന്ന കടമെടുക്കേണ്ടി വരുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതും കൂടെ ചേർത്താണ് ഈ 56,000 കോടി രൂപ വരുന്നത്. ഇതിനെ ശരിവയ്ക്കുന്ന ഒന്നാണ് 2025 CAG റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. CAG വ്യക്തമാക്കുന്നത് പ്രകാരം 2024 മാർച്ച് 31 കണക്കനുസരിച്ച് കിഫ്ബിയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡും ചേർന്നുള്ള ബജറ്റ് ബാഹ്യമായിട്ടുള്ള കടം, അതായത് ഓഫ് ബജറ്റ് ലയബിലിറ്റി ഉണ്ടല്ലോ, ഇത് മാത്രം 32,942 കോടി രൂപയായിരുന്നു എന്നുള്ളതാണ്. ഈ ഓഫ് ബജറ്റ് കടങ്ങൾ കൂട്ടിച്ചേർത്താൽ കേരളത്തിൻ്റെ യഥാർത്ഥ ബാധ്യതാ നിരക്ക് GSDPയുടെ 37.84% ഉയരുമെന്നാണ് CAG ഓഡിറ്റ് റെക്കോർഡുകളിൽ പറയുന്നത്. ചുരുക്കത്തിൽ കിഫ്ബി എന്നത് ഒരേ സമയം നമ്മുടെ നാടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വളർത്തുന്ന എഞ്ചിനാണെങ്കിൽ മറുവശത്ത് അത് നമ്മളുടെ ഫിസിക്കൽ ബാലൻസ് ഷീറ്റിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്ന ഒരു വലിയ റിസ്ക് ഘടകം കൂടിയാണ്. എന്നാൽ ഈ സാമ്പത്തിക കണക്കുകളെക്കാളും സ്ഫോടനാത്മകമായ, രാഷ്ട്രീയമായിട്ട് വലിയ പുകലുകൾക്ക് കാരണമായ മറ്റൊരു വിഷയം ഈ ധവളപത്രത്തിലുണ്ട്. നമ്മുടെ നാട്ടിലെ PSC ഉദ്യോഗാർത്ഥികളായിട്ടുള്ള യുവജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിരമിക്കൽ പ്രായ നിർദ്ദേശമാണ്. ആ നിർദ്ദേശത്തിന് പിന്നിലെ 6,000 കോടി രൂപയുടെ ലാഭക്കണക്കിന്റെ യാഥാർത്ഥ്യം എന്താണ്? സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം കേന്ദ്ര ഗവൺമെന്റിന്റെ നിലവാരത്തിലേക്ക്, അതായത് 60 വയസ്സിലേക്ക് ഉയർത്തണമെന്നുള്ളതായിരുന്നു KM ചന്ദ്രശേഖരൻ സമിതിയുടെ ശുപാർശ റിപ്പോർട്ട്. ഈ നിർദ്ദേശത്തിന് അനുകൂലമായിട്ട് ധവളപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന അവകാശവാദം എന്തെന്നാൽ വിരമിക്കൽ പ്രായം നീട്ടുന്നതിലൂടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഇനത്തിൽ വർഷത്തിൽ മാത്രം ഏകദേശം 6,000 കോടി രൂപ സർക്കാരിന് ലാഭിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ ഈ 6,000 കോടി രൂപയുടെ കണക്കുകൾ കേട്ട് അടുത്ത വർഷം അത് ട്രഷറിയിലേക്ക് ഇത്രയും തുക വരുമെന്ന് അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്
എങ്കിൽ നമുക്ക് തെറ്റി. ഇവിടെ നമ്മൾ ഒരു സാങ്കേതിക ഫാക്ട് ചെക്ക് നടത്തേണ്ടതുണ്ട്. ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പരിശോധിച്ചാൽ ഈ റിപ്പോർട്ടിൽ പറയുന്നത് സാലറി ബിൽ അഥവാ ശമ്പള ഇനത്തിൽ വലിയ കുറവുണ്ടാകുമെന്നല്ല, മറിച്ച് വിരമിക്കൽ ആനുകൂല്യങ്ങളിലെ മാറ്റത്തെക്കുറിച്ചാണ്. ഒരു ജീവനക്കാരൻ വിരമിക്കുമ്പോൾ നൽകേണ്ടി വരുന്ന DCRG, കമ്മ്യൂട്ടേഷൻ, ലീവ് സറണ്ടർ, പെൻഷൻ തുടങ്ങിയ വലിയ തുകകളുണ്ടല്ലോ, ടെർമിനൽ ലയബിലിറ്റീസ് ഉണ്ടല്ലോ, താൽക്കാലികമായിട്ട് ഒരു വർഷത്തേക്ക് മാറ്റിവെക്കുന്നു, അഥവാ ഒരു ഡിഫേർഡ് ക്യാഷ് ഔട്ട് ഗോ ആയിട്ട് കാണുന്നു എന്നത് മാത്രമാണ് ഇതിന്റെ അർത്ഥം. എന്നാൽ ഇതേ ജീവനക്കാർ ഒരു വർഷം കൂടി സർവീസിൽ തുടരുമ്പോൾ അവരുടെ ഉയർന്ന ശമ്പളം, DA, വാർഷിക ഇൻക്രിമെന്റുകൾ എന്നിവ ഗവൺമെന്റിന് വീണ്ടും നൽകിക്കൊണ്ടേയിരിക്കണമല്ലേ. സർക്കാർ ഈ കണക്കുകളുടെ, അതായത് ഈ ഗവൺമെന്റ് ജീവനക്കാർക്ക് കൊടുക്കുന്ന ശമ്പളവും മറ്റ് പെൻഷനും ആനുകൂല്യങ്ങളും തുടങ്ങിയ എല്ലാ കണക്കുകളുടെയും ഒരു സ്പ്രെഡ്ഷീറ്റ്, അതായത് എല്ലാ കണക്കുകളും വിവരിച്ചുള്ള ഒരു രേഖയുണ്ടല്ലോ, അത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ പുറത്തുവിടാത്തിടത്തോളം കാലം ഈ 6000 കോടി രൂപയുടെ ഗ്രോസ് ക്ലെയിമിന് ഒരു വർഷത്തെ അറ്റ ലാഭമായിട്ട്, അതായത് നെറ്റ് ഫിസിക്കൽ റിലീഫായിട്ട് നേരിട്ട് വായിക്കുന്നത് ഒട്ടും ശാസ്ത്രീയമല്ല. ഇതിന്റെ അക്കൗണ്ടിംഗ് വശത്തേക്കാൾ ഭയപ്പെടുത്തുന്നത് നമ്മുടെ കേരളത്തിന്റെ തൊഴിൽ വിപണിയിൽ ഇതുണ്ടാക്കാൻ പോകുന്ന വലിയൊരു പ്രത്യാഘാതമാണ്. PSCയുടെ ഏറ്റവും പുതിയ വാർഷിക റിപ്പോർട്ട് എടുത്തു നോക്കിയാൽ നമ്മുടെ നാട്ടിലെ തൊഴിലന്വേഷണത്തിന്റെ ആ ഒരു കഠിനമായിട്ടുള്ള ചിത്രം നമുക്ക് വ്യക്തമാവും. ഒരു വർഷത്തിൽ വെറും 1180 തസ്തികകളിലേക്കാണ് PSC വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളതല്ലേ. അത്രയും പുറപ്പെടുവിച്ചപ്പോൾ ലഭിച്ചത് 1 കോടിയിലധികം, കൃത്യമായി പറയുവാണെങ്കിൽ 1,06,92,794 അപേക്ഷകളാണ്. അതിൽ ജില്ലാ ഓഫീസുകൾ വഴി വെറും 23,624 പേർക്ക് മാത്രമാണ് അഡ്വൈസ് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയും വലിയൊരു ഉദ്യോഗാർത്ഥികളുടെ ക്യൂ നിൽക്കുമ്പോൾ വാർഷിക വിരമിക്കലുകൾ ഒരു വർഷത്തേക്ക് നീട്ടിവെച്ചാൽ അത് നമ്മളുടെ PSC റിക്രൂട്ട്മെന്റിനെ, ആ ഒരു PSC റിക്രൂട്ട്മെന്റ് കലണ്ടറിനെ തന്നെ പൂർണ്ണമായിട്ടും നിശ്ചലമാക്കും അല്ലേ. അത് മൊത്തം സ്തംഭിക്കുന്ന, അതിന് മൊത്തം ഒരു താളപ്പിഴയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് കുത്തനെ കുറയും. അങ്ങനെ PSC ആ ഒരു എക്സാം അനൗൺസ് ചെയ്യുന്നത് ഒക്കെ അങ്ങനെ മൊത്തത്തിൽ ഒരു താളപ്പിഴയായിരിക്കും PSCക്ക് സംഭവിക്കാൻ പോകുന്നത്. ഈ ഒരു കാര്യത്തിലേക്ക് കേരളത്തിൻ്റെ തൊഴിലില്ലായ്മ നിരക്ക് കൂടി ഒന്ന് ചേർത്ത് വെച്ച് നോക്കൂ. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ കണക്കുകൾ പ്രകാരം കേരളത്തിലെ 15-29 പ്രായത്തിലുള്ള യുവജനങ്ങൾക്കിടയിൽ തൊഴിലില്ലായ്മ നിരക്ക് എന്നുള്ളത് 29.9%. ഇതിൽ സ്ത്രീകളുടെ തൊഴിലില്ലായ്മ നിരക്ക് നോക്കുകയാണെങ്കിൽ 47.1%, പുരുഷന്മാരുടേത് 19.3%. ഗവൺമെന്റ് സെക്ടറിലെ നിയമനങ്ങൾ കൂടിയിട്ട്, അതായത് PSC വഴിയുള്ള നിയമനങ്ങൾ കൂടിയിട്ട് ചുരുങ്ങുകയോ അല്ലെങ്കിൽ ലേറ്റ് ആകുകയോ വൈകുകയോ ഒക്കെ ചെയ്താൽ ഈ സാമ്പത്തിക പരിഷ്കാരം എന്നത് നമ്മളുടെ യുവജനങ്ങൾക്ക് തങ്ങളുടെ തൊഴിൽ സാധ്യതകൾ പൂർണ്ണമായിട്ടും അടഞ്ഞു പോകുന്ന ഒന്നായിട്ട് അനുഭവപ്പെടാം. അതുകൊണ്ട് തന്നെ വിരമിക്കൽ പ്രായത്തെക്കുറിച്ചുള്ള ഈ ചർച്ച വെറും ഒരു അക്കൗണ്ടിംഗ് ടേബിൾ മാത്രമല്ല, അത് നമ്മളുടെ തലമുറകൾക്കിടയിലെ നീതി ഉറപ്പാക്കാനുള്ള ഒരു വലിയ സോഷ്യൽ ഡിബേറ്റ് കൂടിയാണ്. ഈ വിഷയത്തിൽ ഗവൺമെന്റ് പോളിസി ഓഡിറ്റ് പാസ്സാകണമെങ്കിൽ 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. ഒന്നാമത്തത് 58, 59, 60 പ്രായപരിധികളിൽ ഓരോ വർഷം കൃത്യമായിട്ട് എത്ര ജീവനക്കാരാണ് വിരമിക്കുന്നത്. രണ്ടാമതായിട്ട് ഓരോ ബാച്ചിനുമുള്ള ശരാശരി DCRG, കമ്മ്യൂട്ടേഷൻ ചിലവുകൾ എത്രയാണ്. മൂന്നാമതായിട്ട് ഇവർ സർവീസിൽ തുടരുമ്പോൾ ഉണ്ടാകുന്ന അധിക ശമ്പള ബാധ്യത എത്രയാണ്. നാലാമതായിട്ട് ഇതിലൂടെ PSC വേക്കൻസി റിപ്പോർട്ടിങ്ങിൽ എത്രത്തോളം കുറവുകളുണ്ടാകും. ഈ കണക്കുകളെല്ലാം കൃത്യമായിട്ട് പുറത്തു വന്നാൽ മാത്രമേ ഈ 6000 കോടി രൂപയുടെ അവകാശവാദം നമുക്ക് പരിശോധിക്കാനോ അല്ലെങ്കിൽ അത് നിലനിൽപ്പെങ്കിലും ഉള്ളൂ. നിലവിലെ റിപ്പോർട്ട് നമ്മൾ ധവളപത്രം നോക്കുകയാണെങ്കിൽ ഈ കണക്കുകളൊന്നും അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കില്ല. ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കും നിർദ്ദേശങ്ങൾക്കുമെതിരെ പ്രതിപക്ഷവും മുൻ ധനമന്ത്രി KN ബാലഗോപാലും ഉയർത്തുന്ന എതിർവാദങ്ങൾ എന്തൊക്കെയാണ്? മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന്റെ യഥാർത്ഥ സ്ഥാനം എവിടെയാണ് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. നമ്മൾ ഒരു നിഷ്പക്ഷമായിട്ടുള്ള സാമ്പത്തിക വിശകലനത്തിൽ എപ്പോഴും 2 വശങ്ങളും കേൾക്കേണ്ടതുണ്ട്. ഈ ധവളപത്രത്തിലെ കണ്ടെത്തലുകളെ LDF പക്ഷം കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത്. ഇതിനെ വെറും ഒരു രാഷ്ട്രീയ വെള്ളപൂശലായിട്ടാണ് അവർ, വൈറ്റ് വാഷിംഗ് എന്ന് നമ്മൾ പറയത്തില്ലേ അല്ലേ, വെളുപ്പിച്ച് കാണിക്കുക, അങ്ങനെയുള്ളൊരു ഇതായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. മുൻ ധനമന്ത്രി KN ബാലഗോപാൽ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് ഇതിന് കുറച്ചുകൂടി വ്യക്തത നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാദപ്രകാരം കേരളം ഒരിക്കലും ഒരു ഡെറ്റ് ട്രാപ്പിൽ അഥവാ ഒരു കടക്കണിയിൽ അകപ്പെട്ടിട്ടില്ല. സംസ്ഥാനത്തിന്റെ കടം GSDP അനുപാതം 2021 38.47% നിന്നും 2024-25 ആയപ്പോഴേക്കും അത് 33.9% താഴുകയാണ് ചെയ്തത്. കൂടാതെ അബ്സല്യൂട്ട് കടം ഉയർന്നിട്ടുണ്ടെങ്കിലും നമ്മളുടെ GSDP വളർച്ച അതിനേക്കാൾ വേഗത്തിലായിരുന്നു എന്നതും കടമെടുപ്പ് FRBM പരിധിക്കുള്ളിലായിരുന്നു എന്നതും ധവളപത്രത്തിലെ ഈ ഒരു റെക്ലെസ് ഡെപ്റ്റ് എന്ന വാദത്തെ പ്രതിരോധിക്കാൻ അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട തെളിവുകളാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള ഡാറ്റ പ്രകാരമുള്ള പോയിന്റുകളാണ് മുൻ ധനകാര്യമന്ത്രി ഉന്നയിച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് നോക്കിയാൽ അറിയാം ആ ഒരു ഡെറ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്ന ഒന്ന് കുറഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് വായ്പാ പരിധി വെട്ടിച്ചുരുക്കി സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കി എന്ന വാദവും പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ കഴിയില്ല. കേന്ദ്രം സംസ്ഥാനത്തിന്റെ ലോൺ പരിധി 5,900 കോടി രൂപ കുറച്ചതും കിഫ്ബിയുടെ പെൻഷൻ കമ്പനിയുടെ വായ്പയ്ക്ക് മേലെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും കാരണം ഏകദേശം 17,000 കോടി രൂപയുടെ വരുമാനക്കുറവാണ് കേരളത്തിനുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനെ പുതിയ സർക്കാർ ഒരു എക്സ്റ്റേണൽ ഷോക്ക് എന്നാണ് വിളിക്കുന്നത്. LDF ഇതിനെ രാഷ്ട്രീയ സാമ്പത്തിക ശ്വാസം മുട്ടിക്കൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്. LDF പറയുന്ന കേന്ദ്രമാണ് ഇതിന് കാരണമെന്ന വാദം
വാദവും ധവളപത്രം പറയുന്ന സംസ്ഥാനത്തിൻ്റെ ഘടന ആരോഗ്യകരമല്ല എന്ന വാദവും ഒരേപോലെ ശരിയാണ്. ഈ രണ്ട് പ്രതിസന്ധികളും ഒത്തുചേരുന്ന ആ ഒരു പോയിന്റിലാണ്, ആ ഒരിടത്താണ് കേരളത്തിൻ്റെ യഥാർത്ഥ സാമ്പത്തിക സമ്മർദ്ദം ഒളിഞ്ഞിരിക്കുന്നത്. നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കേരളത്തെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം അല്ലേ. 16ാം ധനകാര്യ കമ്മീഷന്റെ സംസ്ഥാന താൽപ്പര്യ പട്ടിക ടേബിൾ ബി എടുത്ത് നോക്കിയാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാവും. നേരിട്ടുള്ള കടത്തിന്റെ അളവിൽ, അതായത് അബ്സല്യൂട്ട് ഡെറ്റിൽ കേരളം ഒന്നാമത്. തമിഴ്നാടിന് മഹാരാഷ്ട്രയ്ക്ക് നമ്മളെക്കാൾ വലിയ കടമുണ്ട്. പക്ഷേ നമ്മളുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ വലിപ്പവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കടഭാരം കൂടുതലാണ്. മഹാരാഷ്ട്രയുടെ കടം GSDPയുടെ 18.12%, തമിഴ്നാടിൻ്റേത് 28.9% ആയിരിക്കുമ്പോൾ കേരളത്തിൻ്റേത് 37.62%. നമ്മുടെ പ്രതിശീർഷ കടം പെർ ക്യാപിറ്റ ഡെറ്റ് എന്നുള്ളത് 1,07,803 രൂപയാണ്. ഇത് കർണാടകയെക്കാളും തമിഴ്നാടിനേക്കാളും ഏറെ മുകളിലാണ്. ഈ കാര്യം ലളിതമാക്കാൻ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, എനിക്കും എൻ്റെ സുഹൃത്തിനും കടങ്ങളുണ്ട്. എനിക്ക് 1000 രൂപയുടെ ഒരു കടമാണുള്ളത്, അവൻ 5000 രൂപയുടെ ഒരു കടമുണ്ട്. അപ്പോൾ ഈ കടവുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ഹെൽത്ത് ഈ സംഖ്യ വെച്ച് മാത്രം പറയുവാണെങ്കിൽ, അയ്യോ അവൻ എന്നെക്കാളും 5 ഇരട്ടി കടമുണ്ട്, അവൻ്റെ സാമ്പത്തിക അവസ്ഥയാണ് മോശമെന്ന് നമുക്ക് വിലയിരുത്തി പറയാമല്ലേ. പക്ഷേ തെറ്റാണ്. എൻ്റെ വരുമാനം എന്നുള്ളത് 10,000 രൂപയാണ്, അവൻ്റെ വരുമാനം എന്നുള്ളത് 1,00,000 രൂപയാണ്. എനിക്ക് വരുമാനത്തിൻ്റെ 10% കടമുള്ളത്, അവന് വരുമാനത്തിൻ്റെ 5% മാത്രമേ കടമുള്ളല്ലേ. അപ്പോൾ കടം എന്നുള്ളത് സംഖ്യ മാത്രം നോക്കിയതുകൊണ്ട് കാര്യമില്ല, മറിച്ച് എത്ര വരുമാനമുണ്ടെന്ന് നോക്കണമല്ലേ. ഇവിടെ എൻ്റെയും എൻ്റെ സുഹൃത്തിൻ്റെയും വരുമാനം നോക്കുന്ന പോലെ നമ്മളിവിടെ നോക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം അഥവാ GSDP ആണ്. അപ്പോൾ എപ്പോഴും GSDP ആയിട്ട് താരതമ്യം ചെയ്ത് വേണം നമ്മൾ നോക്കാനായിട്ട്. നമുക്ക് 5 ലക്ഷം കോടി കടമുണ്ട്, തമിഴ്നാടിന് 10 ലക്ഷം കോടിയുണ്ട്. പക്ഷേ കടവുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ഹെൽത്ത് തമിഴ്നാടിനേക്കാളും കേരളത്തിൻ്റെയാണ് മോശം. കാരണം നമ്മുടെ ഉൽപ്പാദനം തമിഴ്നാടിൻ്റെ അത്രത്തോളം ഇല്ല എന്നർത്ഥം. ഇതെല്ലാം കൂടാതെ മൂലധന ചെലവുകളുടെ കാര്യത്തിലും, അതായത് ക്യാപിറ്റൽ ഔട്ട്ലേ എഫോർട്ടിൻ്റെ കാര്യത്തിലും കർണാടകയും തമിഴ്നാടിനെ അപേക്ഷിച്ച് കേരളം ഏറെ പിന്നിലാണ്. അതായത് കേരളത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം കടം വാങ്ങുന്നുവെന്ന് മാത്രമല്ല, മറിച്ച് കടം വാങ്ങിയിട്ടും വികസനത്തിനായിട്ടുള്ള ചെലവുകൾ കുറവാണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു സംഭവ വികാസങ്ങളുടെ അന്തിമ വിധി എന്താണ്? അതായത് ചിലവർ പറയും കേരളം ഉടൻ തകർന്നു പോകും, ഇപ്പോൾ നമ്മൾ എല്ലാം നശിക്കുമെന്ന് പറയുന്നത് അതിശോക്തിയാണ്. എന്നാൽ മറുഭാഗത്ത് ഇതൊക്കെ സർവ്വസാധാരണമാണ്, എല്ലാ സംസ്ഥാനങ്ങളും കടമെടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് തെറ്റാണ്. നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെക്കാളൊക്കെ ഒരുപാട് വലിയ കടബാധ്യതയാണുള്ളത്. മോശം സംസ്ഥാനങ്ങളുണ്ട്, ഞാൻ പറഞ്ഞത് നമ്മൾ ഏറ്റവും മോശം സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ നമ്പർ 1 ആണെന്നല്ലേ പറയുന്നത്. നമ്മളുടെ ഈ ഡെറ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് 37%-ലേക്കാണ് കിടക്കുന്നതെന്ന് ഓർക്കുക. അതായത് CAGയുടെ യഥാർത്ഥ ഓഡിറ്റ് കണക്കുകളും ഓഫ് ബജറ്റ് ബാധ്യതകളും കുടിശ്ശികകളും എല്ലാം ചേർന്ന് കേരളത്തിൽ ഘടനാപരമായിട്ടുള്ള സാമ്പത്തിക സമ്മർദ്ദമുണ്ടെന്ന് തെളിവുകൾ സഹിതം വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വേണ്ടത് രാഷ്ട്രീയ ചെളിവാരി എറിയലുകളല്ല, മറിച്ച് കൃത്യമായിട്ടുള്ള പബ്ലിക് സ്പ്രെഡ്ഷീറ്റുകളാണ്. ആ 48,733 കോടി രൂപയുടെ ആ ഒരു നിയമപരമായിട്ടുള്ള ബാധ്യതയുണ്ടല്ലോ, അതിൻ്റെ ബ്രേക്കപ്പും വിരമിക്കൽ പ്രായം ഉയർത്തിയാൽ ലഭിക്കുമെന്ന് പറയുന്ന 6,000 കോടി രൂപയുടെ മെത്തഡോളജിയും സർക്കാർ ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായിട്ട് പരസ്യപ്പെടുത്തിയേ മതിയാകത്തുള്ളൂ. എന്തൊക്കെയായാലും കേരളത്തെ തോൽപ്പിക്കുന്നത് കടം മാത്രമല്ല, കടത്തിനൊപ്പം നടക്കുന്ന വികസന ക്ഷയവും ഉദ്യോഗാർത്ഥികളുടെ നിയമന താമസവും ബാക്ക്ലോഗ് ഭാരവും സുതാര്യത കുറവും ഒക്കെയാണ്. ധവളപത്രം കൊണ്ടുവന്നത് പുതിയ സർക്കാരിന് രാഷ്ട്രീയ ആയുധമാക്കാം, പക്ഷേ അത് ഒരേ സമയം നമ്മുടെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളുടെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഓഡിറ്റ് കണ്ണാടി കൂടിയാണ്. അതിനെ വെറുമൊരു പിണറായി വിജയനൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഉമ്മാക്കി അങ്ങനെയൊന്നും അല്ല അതുള്ളത്. കൃത്യമായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ അകത്ത് വിശകലനം ചെയ്യുന്നത്. അത് നമ്മൾ രാഷ്ട്രീയ പകപോക്കലുകളോ ചെളിവാരി എറിയലുകളോ അല്ല വേണ്ടത്. കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നല്ലേ, നമ്മളുടെ സംസ്ഥാനമല്ലേ. നമ്മൾ ഏത് പാർട്ടിയാകട്ടെ, ഏത് മുന്നണിയാകട്ടെ, ഏത് ജാതിയോ മതമോ എന്തോ ആയിക്കൊള്ളട്ടെ, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ബെറ്ററായിട്ട് ജീവിക്കണം, നമ്മളുടെ സംസ്ഥാനം നമ്പർ 1 ആയിട്ട് തന്നെ നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ ഒരുമിച്ച് നിന്ന് എങ്ങനെ പ്രതിരോധിക്കാം അല്ലെങ്കിൽ എങ്ങനെ മറികടക്കാം എന്നാണ് എല്ലാ രാഷ്ട്രീയക്കാരും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ IAS ഓഫീസേഴ്സും അവരും ഒക്കെ ബ്യൂറോക്രാറ്റ്സും ഒക്കെ ചിന്തിക്കേണ്ടത്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതുക. കമൻറ്റ് ബോക്സ് എന്നുള്ള എപ്പോഴും നല്ലൊരു ചർച്ചാവേദി കൂടിയാണ്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാർക്കറ്റ് വുൾഫ് ആപ്പിനെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. iOSലും ആൻഡ്രോയിഡിലുമായിട്ട് മാർക്കറ്റ് വുൾഫിന് ഇതിനോടകം തന്നെ 2 മില്യണിലധികം ഡൗൺലോഡ്സ് ഉണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ സാമ്പത്തിക ജേർണി ഇന്ന് തന്നെ ആരംഭിക്കൂ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.